പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര കിട്ടി എല്ലാവരും ദയവായിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ. ലൈക്ക് അടിച്ചൊരു കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. 2-3 ദിവസമായിട്ട് പഠിപ്പിച്ച ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരുപാട് സന്തോഷമുണ്ട്. ഞാനും നല്ല ഹാപ്പിയിലാണ് ഗൈസ്. അങ്ങനെ നമുക്ക് സൂര്യാഘാതം ഏറ്റിരിക്കുകയാണ്. ഇങ്ങനെയാണ് സൂര്യാഘാതം വെക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളുടെ വീടിന് മോഡിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഈ വീഡിയോയുടെ അവസാനം ഇന്നലെ വന്ന വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. കുറച്ച് പരിപാടികളാണ് ഇപ്പം. ആ പരിപാടികൾ ആദ്യം കാണിക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ പേര് സഹായിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിലും കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അവസാനം പറയുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീട് പുതിയ വീടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിപാടിയിലാണ് ഈ ചായൻ. ഇന്നലെ തുടങ്ങിയതാണ്. ഇന്നലെ വൈകുന്നേരം അല്ലേ, വൈകുന്നേരം വെയിലാറിയപ്പോൾ തുടങ്ങി. പക്ഷേ ഇന്നത് പൂർത്തിയാക്കാത്തതുകൊണ്ട് വെയിലത്ത് നിന്ന് പണിയുവാണ്. അപ്പോൾ ഇതാണ് പരിപാടി. ഇവിടെ ഇച്ചിരി തണലുണ്ട്, പക്ഷെ ഇവിടെ ഫുൾ അടിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ മതിൽ പെയിന്റ് അടിച്ചോണ്ടിരിക്കുക. പക്ഷെ താഴെ കണ്ടോ, താഴത്തേന്റെ ഈ തൂണിന്റെയും കളർ കണ്ടില്ലേ? അത് അവിടത്തെ ഈ തൂണുമേ ഇത് കണ്ടോ, ആ തൂണും താഴത്തെയും കളറ് നോക്കിയാൽ അറിയാം. അതെ അതെ, അതിന്റെ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ, കാരണം അതുപോലെ ആയി പോയായിരുന്നു. അപ്പം നമ്മുടെ തൂണുകൾ ഏകദേശം ഈ കളറായി പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അടിച്ച് വൃത്തിയാക്കി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. തൂണുകള് ഈ കളറായിരുന്നു, പക്ഷെ താഴേക്കുള്ള കളർ കണ്ടു കഴിഞ്ഞാൽ അതായത് നമ്മുടെ മതിലിന്റെ കളറ് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീടിന്റെ കളറ് മാറിയ പോലെയാണ്. മൊത്തം ഒരു വൃത്തികേടായ അവസ്ഥയല്ലേ, ഒരുമാതിരി ഒരു വൃത്തിയില്ലാണ്ട് കിടക്കും. അപ്പോൾ നമ്മൾ പെയിന്റ് അടിച്ചതാ, കഴിഞ്ഞ വർഷം അടിച്ചിട്ട് ഇത് ഈ ഒറ്റ കൊല്ലം കൊണ്ട് ഇങ്ങനെയായി പോയി, പായല് പിടിച്ച്. അപ്പൊ എല്ലാം അടിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനി ഈ 2 തൂണുകൾ മാത്രം ബാക്കിയുണ്ട്. പിന്നെ ഈ കമ്പി ആ സ്ഥാനത്ത് വല്ല തൊടുപുഴ നാട്ടുപുറത്തേക്കാണ് ഇത്ര പായലൊന്നും പിടിക്കത്തില്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്, തണുപ്പുണ്ട്. രാവിലെയൊക്കെ നല്ല എന്താ പറയാ, മഞ്ഞാണ്. അപ്പൊ അതിൻ്റെതായ ഇതുകൊണ്ട് പായലിന് വളരാൻ വേണ്ടിയിട്ട് പറ്റിയ സാഹചര്യം ഇവിടെ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പെയിന്റ് അടിക്കേണ്ടി വരും. ഇവര് ഇത്ര നേരം എന്നോട് ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വെയിൽ കൊള്ളുന്നത്, എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാണ്. അത്യാവശ്യം നല്ല കഫക്കെട്ട്, നല്ല ചുമ, അത്യാവശ്യം സമയങ്ങളിൽ ജലദോഷം, നല്ല തുമ്മലുണ്ട്. കഫക്കെട്ടുണ്ട് നല്ലത്, കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടുണ്ട്. ഇത് വേണ്ട, എല്ലാവർക്കും ഉണ്ട്. കാരണം ഇവിടുത്തെ കാലാവസ്ഥ ഒന്നെങ്കിൽ ചൂട് ഒന്നെങ്കിൽ തണുപ്പ്, ഇങ്ങനെ മാറി 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 വന്നോണ്ടിരിക്കുകയാണ്. അതെ, മരുന്നിന്റെ എഫക്റ്റ് ഉണ്ട് കേട്ടോ. കാരണം ഇതിന് തണുപ്പാണ്. പിന്നെ അല്ലാത്ത കുറെ മരുന്നുകളുണ്ട്. നേരെ ഇപ്പൊ ഈ വെയിൽ കൊണ്ടോണ്ടിരിക്കുന്നത് മരുന്ന് ഇട്ടിട്ട് അടിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്ന് ഇട്ടിട്ട് പെയിന്റ് അടിച്ച് മേത്ത് പറ്റി ഇതെല്ലാം കൂട്ടി ഉച്ചയാകുമ്പോഴത്തേക്ക് കുളിച്ചിട്ട് പോകാലോ പറഞ്ഞാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു മരുന്ന് കൈയോടെ ഇട്ടോളാം. ഇനി അതുമല്ല, ഒരു കാര്യം ചെയ്യുമ്പോ അത് നമുക്ക് പൂർത്തിയാക്കിയാലല്ലേ സമാധാനം കിട്ടും. ഇവര് കുറെ നേരമായിട്ട് നിർത്ത വെയിലാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ മാത്രം റെഡ് അലർട്ട് ഇല്ലാത്തേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ജില്ലയിലും ഇവിടെ ഉണ്ട്. വയനാടും അല്ലേ, ബാക്കി എല്ലാ ജില്ലയിലും റെഡ് അലർട്ടാണ്. യെല്ലോ ആണോ? ഇതാ ഒരാളിവിടെ നിന്ന് ഭയങ്കര കളിയാട്ടോ. മമ്മിയുടെ വീട്ടുകാരെയൊക്കെ ഫോൺ വിളിച്ച് കഥകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവിടെ അന്നക്കുട്ടി കളിയാണ്. രാവിലെ ഭയങ്കര ചുമയായിരുന്നു, ഇപ്പൊ ഇരുന്ന് കളിക്കുന്നുണ്ട്. അവൻ അവിടെ ഒറ്റയ്ക്ക് പോയി എന്തോ പരിപാടിയായിരുന്നു കേട്ടോ. ഇവന്റെ പരിപാടി ഇപ്പൊ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കില്ല, നമ്മള് പേടിച്ചു പോകും. നീ എന്നാ ചെയ്തോണ്ടിരുന്നേ? പെയിന്റ് കൈ മുക്കിയോ? ഉറപ്പാണോ? ഇവിടെ കുറച്ച് പെയിന്റ് ഇരിപ്പുണ്ട്, അതിൽ കൊണ്ട് കൈ മുക്കിയോന്ന് അറിയത്തില്ല. തിരിഞ്ഞേ ആ, നീ ഇങ്ങോട്ട് പോക്കെ, അങ്ങോട്ട് പോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടുത്തെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. അല്ല, അങ്ങനെ സംഭവിക്കാം. കഥയൊക്കെ കുടിച്ചിട്ടെങ്കിലേ ചായ ഫുള്ള് വെളുത്തിരുന്നാണ്. വെളുത്തിരിക്കുന്നു ചത്തുപൊടി. ഇതെല്ലാം വിഷമായിരിക്കും, മുതു വിഷമായിരിക്കും. പറഞ്ഞോളൂ എല്ലാവരോടും. നമുക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പരിപാടിയെല്ലാം തീർത്തിട്ട് ഫ്രഷ് ആയിട്ട് ഒരു കാര്യം പറയാറുണ്ട്. അതെ അതെ, നമ്മളിപ്പോൾ എന്തായാലും ഇന്നലത്തെ വീഡിയോ 2-3 ദിവസമായിട്ട് പഠിപ്പിച്ച ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരുപാട് സന്തോഷമുണ്ട്. ഞാനും നല്ല ഹാപ്പിയിലാണ്. കാരണം നമ്മളൊരു കാര്യത്തിൽ ഒരു ചെറിയ ഒരു ആണെങ്കിലും ചെയ്ത് വലിയതായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു പോകുന്നതല്ല. ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. കാരണം നമ്മുടെ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് ഓരോ ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹവും അറിയിക്കുന്നു. ഒരുപാടൊന്നുമില്ല, എന്നാലും എത്ര നമുക്കൊരു എത്രയായാലും അത് വലിയ കാര്യമാണ്. പിന്നെ നമ്മളെ കൊണ്ട് എത്ര ചെയ്യാൻ പറ്റിയ വലിയ കാര്യം. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ. അവരൊന്നും അതൊന്നും അല്ല, നമ്മളെ പോലെയുള്ള ആൾക്കാർ അല്ലാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സഹായിക്കാൻ തോന്നുന്ന മനസ്സും വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, അവരല്ല. അല്ലാതെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചുമ്മാ കോടികളും കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. പൈസക്ക് ഒരു വിലയില്ലാതെ സഹായിക്കാൻ പറ്റുന്നു. പക്ഷെ ആരും ചെയ്യല. അല്ല, ഉള്ളവരെ ഇന്നിപ്പോ ഒരാളെന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞേക്കുന്നത്, ഞാനൊരു വീട്ടു ജോലിക്ക് നിൽക്കുന്ന ഒരാളാണ്, പ്രായം 58 ഇപ്പോൾ. എന്നിട്ട് ആ ഒരു ചേച്ചി, അപ്പോൾ അവർ സഹായിക്കാൻ എനിക്ക് ഉള്ളതെ കൂട്ട് ഞാൻ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഗൂഗിൾ പേ നമ്പർ എത്രയാണെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ കൊടുത്തു. അല്ല, ഞാൻ ഓർക്കുവാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും, അതായത് കഷ്ടപ്പെടുന്നവർക്കേ കഷ്ടപ്പാടിൻ്റെ വില ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ, വേദനിക്കുന്നവർക്ക് വേദനയുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അല്ലാത്തവനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ വേദന, പിന്നെ ഇതാണ് ബുദ്ധിമുട്ട്. പഞ്ഞമാണേലും പട്ടിണിയാണേലും നരകമാണേലും എല്ലാം രോഗമാണേലും എല്ലാം അവനവന് വന്നാൽ മാത്രമേ അതിന് മറ്റുള്ളവർക്ക് ഉണ്ടാകുമ്പോഴും അതിൻ്റെ വേദന എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സഹായിക്കാൻ വന്നേക്കുന്ന ഏതാണ്ടൊരു 90% ആൾക്കാരും ഓരോരോ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയേക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും സ്നേഹം, സന്തോഷം, നന്ദി. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ വന്ന് സമാധാനമായിട്ടിരുന്നിട്ട് ബാക്കി പറയാം. ഇനി പ്രൊസൈഡ് ഗൈസ്. അങ്ങനെ നമുക്ക് സൂര്യാഘാതം ഏറ്റിരിക്കുകയാണ്. ഇങ്ങനെയാണ് സൂര്യാഘാതം വെക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ കാണിച്ചൊരു വീഡിയോ എടുത്തില്ലേ, വീഡിയോ എടുത്ത് വൈകുന്നേരം ആയപ്പം വേറൊരു പെയിൻറ്റ് അടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നല്ല ജലദോഷം പിടിച്ചു. അപ്പോൾ ഈ സൈഡിൽ വെളുത്ത പാട് കാണുന്നുണ്ടല്ലേ? എവിടെ കാണുന്നത്? പുറത്തല്ലാതെ വേറെ എനിക്ക് കാണത്തില്ല. ഇവളോട് വീഡിയോ എടുത്ത് കാണിക്കാനാണ് പറഞ്ഞത്. ഇവളാ പറഞ്ഞത് പുറത്ത് പുള്ളിയെ പോലെ കിടപ്പുണ്ട്. ബനിയൻ ഇട്ട, അന്നേരം ബനിയനല്ലല്ലോടി, മരുന്ന്. ആ മരുന്നിട്ട ഭാഗമാണ് പുള്ളി. ഇതിന് മരുന്നിട്ട ഭാഗത്ത് കളറ് വ്യത്യാസം, അല്ല കളറ് വെളുത്തിരിക്കുന്നു, ബാക്കി ഭാഗം കറുത്തിരിക്കുന്നു. അപ്പൊ ശരിക്കുള്ള കളർ ഏതാ വെളുത്തിരിക്കുന്നത്? ബാക്കി മുഴുവൻ പുള്ളി അത്രയും കറുത്തു പോയോ? മേലെ അത്രയും കറുത്തു പോയോ? ശരിയാ, മരുന്നിട്ടത് എത്ര ഭാഗത്ത്? കണ്ടാലും മതി. വെന്ത് പോയോ? ഡ്രസ് ഇടണമായിരുന്നു. ഡ്രസ്സിടാനായിട്ട് മരുന്നിട്ടോണ്ടല്ലോ ഡ്രസ്സിലായിരുന്നേ. ഇപ്പോഴും അതുകൊണ്ട് മരുന്നിടാൻ പോകുന്നോണ്ടാ ഡ്രസ് ഇടാൻ നിൽക്കുന്നത് കേട്ടോ. എത്രയേ പ്രാവശ്യം പറഞ്ഞു വീരത്തൊന്ന് ഇറങ്ങിപ്പോ, കേറിപ്പോ. എന്റെ പണി ഇടുക്കി ജില്ലയിൽ സൂര്യാഘാതം വെക്കുമെന്ന് മനസ്സിലായില്ലേ? ഡ്രസ് ഇടാതെ, സൂര്യാഘാതം അല്ല ഇത്, മറ്റേ മരുന്നും കൂടി ഇട്ടിട്ട് വെയിൽ കൊണ്ടതിന്റെ അറിയുന്നത്. അല്ല, അതുകൊണ്ടല്ല, ഇത് മറ്റേ വെയിലടിച്ചു കഴിയുമ്പോ അൾട്രാവയലറ്റ് രശ്മികള് ടാൻ ഉണ്ടാവൂലെ, ടാന്, അതാന്ന് തോന്നുന്നു. സൺസ്ക്രീൻ യൂസ് ചെയ്യണായിരുന്നു. എന്റെ പുറം അത്യാവശ്യം വെളുത്ത പുറമായിരുന്നു, പള്ളിപ്പുറമായിരുന്നു. കണ്ടാ മതി, മുഖം അതുപോലെ തന്നെ ആയിക്കാണും. മുഖം ഞാൻ കണ്ണാടി പോയി നോക്കി മൊത്തം കറുത്തിരിക്കുക, കരിവാളിച്ചിരിക്കുന്നു. എന്ത് ചെയ്യാനാ കേസ്? അപ്പൊ നമ്മള് നമ്മുടെ പൈപ്പിന് കൈ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഇത്ര 2 പൈപ്പിന് 3 പൈപ്പിന് അടിച്ചപ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞു ഇനി ഞാൻ അടിച്ചോളാം എന്നൊക്കെ പറയുന്നു. നോക്കാം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇവിടം വരെയുള്ള വൃത്തിക്ക് അടിച്ചു കൊടുക്കാം. അത് കഴിയുമ്പോൾ അങ്ങോട്ടുള്ള അവരുടെ ഇതിലെല്ലാം ആക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇതേ കൂടെ ഒക്കെ തൂണേ കൂടെ ഒക്കെ കൊള്ളാക്കൂടി. എന്താ ജലദോഷം രക്ഷയില്ല. അല്ല, കഴിഞ്ഞ പ്രാവശ്യം പെയിന്റ് അടിച്ചത് ആരാ? പൈപ്പിനോ? വെറുതെ അല്ല, പൈപ്പിന് മുഴുവൻ തുരുമ്പാണ്. കാരണം നല്ലപോലെ പെയിന്റ് ചെയ്തില്ല. പിന്നെ ഇതിന്റെ അടിഭാഗമൊക്കെ നോക്കിയില്ല. കാരണം കൃത്യമായിട്ട് തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല, ചുമ്മാ കൃത്യമായിട്ട് ഇങ്ങനെ കുറച്ച് ഓടണം, അല്ലെങ്കിൽ എന്ത് പറ്റും, ഇതായി പോകും, റെഡി ആകത്തില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ പറയാൻ വന്ന കാര്യം അത് പിന്നെ പോയി പറഞ്ഞോ. വാ അങ്ങോട്ട് മാറ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഉച്ചയ്ക്ക് കണ്ടതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കമൻറ്റിൽ ഇന്ന് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഉള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നമ്മൾ ഇതുവരെ നൽകിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു മറുപടി തന്നതിന് ശേഷം നമ്മൾ ബാക്കി വീഡിയോയിലേക്ക് കിടക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വന്ന പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ്. അവർക്ക് ഹസ്ബൻഡ് ഇല്ലേ, അവർക്ക് വീട്ടുകാരില്ലേ, വേറെ ആരും അവരെ സഹായിക്കാനില്ലേ എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടി അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ്, ഓർഫനേജിൽ വളർന്നതാണ്. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഒരു 3 ആഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. സ്കിൻ ഇൻഫെക്ഷൻ ആയിട്ട്, അതായത് എന്തോ റെഡ്നെസ് പോലെ ഫുള്ള് ഇങ്ങനെ സ്കിന്നിൽ വരുവാണ്. അപ്പോൾ ഒരു ആളുടെ സഹായം തന്നെ വേണമെന്നാണ് പറഞ്ഞത്, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ ഫുള്ള് ഇൻഫെക്ഷൻ ആയിട്ട്
ഹോസ്പിറ്റലിൽ 3 ആഴ്ചയായിട്ട് അഡ്മിറ്റാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അഡ്മിറ്റ് ആകാൻ അവരോട് പറഞ്ഞിരുന്നത്. ആ അവസ്ഥയിലാണ് ഇവർ നമ്മളെ വിളിക്കുന്നത്, സംസാരിക്കുന്നത്. ഞാൻ ആ സ്പോട്ടിൽ തന്നെ എനിക്ക് സംശയം തീർക്കാൻ വേണ്ടി ഞാൻ വീഡിയോ കോളിൽ തന്നെ അവരെ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതും കാണുന്നതൊക്കെ. ആദ്യം നമ്മൾ കണ്ടതിന് ശേഷം ഈ പറയുന്ന ഉറപ്പാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമല്ലോ. അതിന് ശേഷമാണ് നമ്മൾ നേരിട്ട് കണ്ടതും സംസാരിച്ചതും. അപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് അവരെ സഹായിക്കാം എന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ പോലും നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ പോകത്തില്ല. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, അവരൊരു അനാഥയാണ്. അതുപോലെ അവർക്ക് ഹസ്ബൻഡുണ്ട്, പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ആളുടെ പരസഹായം ഇല്ലാതെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ അതുകൊണ്ടും പിന്നെ പിള്ളേരുടെ കാര്യം, ഒരുപാട് പേര് പിള്ളേര് ഇത്രയും പിള്ളേരെന്നൊക്കെ പറഞ്ഞ് അതിപ്പോൾ നമുക്ക് അതിനകത്ത് എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചില ജീവിതങ്ങൾ ഇങ്ങനെ കിടന്ന് പടയുന്നത് കാണുമ്പോൾ നമുക്കൊരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഉണ്ടാകുന്നൊരു വിഷമം. പിന്നെ ഒരുപാട് പേര് ഒരുപാട് കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ളൂ. പക്ഷേ നെഗറ്റീവായിട്ട് ഞാൻ എടുക്കുന്നില്ല. രണ്ട് വശങ്ങളാണ് അവർ പറഞ്ഞതെല്ലാം ശരിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ രണ്ടാമത് പൈസ ചോദിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ബാധ്യതയായി മാറും എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകൾ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ അത് നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ ഓൾറെഡി കുറേ പേര് പറഞ്ഞു നിങ്ങളെ പറ്റുന്ന രീതിയിൽ ഇപ്പം തന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു. ശരിയാണ്, നമ്മളെ പറ്റുന്നതിന് പരമാവധി കൂടുതൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി അതിനപ്പുറത്തേക്ക് നമ്മുടെ മുന്നിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അവരെ എത്രത്തോളം സന്തോഷിപ്പിക്കുക, അവർക്ക് എത്ര സന്തോഷവും സമാധാനം നൽകാമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. നമുക്ക് അവർ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ അവരുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കൈകടത്താനോ നമുക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഇന്ന് തന്നെ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ ഇന്ന് തന്നെ എൻ്റെ ഫോണിലേക്ക് ഒരു 10-25 പേര് മെസ്സേജ് ഇട്ടേക്കുന്നു. അതായത് കോളുകൾ ഒരുപാട് വന്നു, എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു 10-25 വാട്സാപ്പ് മെസ്സേജുകൾ വന്നേക്കുന്നു, സഹായിക്കണം. ഒരുപാട് അതും കേട്ട് കഴിഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്ന രീതിയിലുള്ള അവസ്ഥകളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും അതൊന്നും ആരുടെ കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കില്ല. നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിനകത്തൊക്കെ നമ്മൾ പോയി തലയിടുകയുള്ളൂ. അതിനകത്ത് ഇന്ന് ജെന്യുവനായിട്ടെന്ന് തോന്നുന്ന ഒരു കേസ് എനിക്ക് നേരിട്ട് ഒരു ചേച്ചിയുടെ കേസ് വന്നായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്കത് പോകാനുള്ള സാഹചര്യം അവിടെ ചെന്ന് വീഡിയോ ചെയ്യേണ്ട ഒരു കേസായിരുന്നു. പക്ഷെ എനിക്ക് ഡ്രൈവ് ചെയ്തിപ്പോൾ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അതും ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. വേണ്ടാന്ന് വെക്കുകയല്ല, അവർ തന്നെ അത് എന്നാ വരണ്ട എന്ന് പറഞ്ഞു. എനിക്ക് പോകണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് മാത്രമേ എനിക്കൊരു 100% ജെന്യുവനായിട്ട് തോന്നുള്ളൂ. എങ്കിലും ഞാൻ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് നേരിട്ട് ചെന്ന് വീഡിയോ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവരൊക്കെയാണ്. പക്ഷെ എനിക്ക് യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ദൂരമുണ്ട് പോകാനായിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ 100% ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരത്തുള്ളൂ. അതും ഞാൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളോട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മാത്രമേ നിങ്ങളോട് ഞാൻ ഹെൽപ്പ് ചോദിക്കാറുള്ളൂ. അതും ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഹെൽപ്പ് ഒരാളോട് ചോദിക്കുമ്പം ഞാൻ എന്നിലൂടെ ഒരു കാര്യങ്ങളും ഒരു രൂപ പോലും ഞാൻ എന്നിൽ കൈപ്പറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു കുഞ്ഞെ തട്ടരുത് അങ്ങനത്തെ ഒരു ഇടപാട് നമുക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ചെയ്ത ആളുടെ നമ്പറും ഡീറ്റെയിലും കൊടുക്കും. ആർക്കാണ് ചെയ്യേണ്ടതെങ്കിൽ അവരെ വിളിച്ച് അവർ സംസാരിച്ച് അവർക്ക് 100% ഓക്കെ എന്ന് അവർക്കും കൂടെ ബോധ്യപ്പെട്ടാൽ മാത്രം ചെയ്യാനേ നമ്മൾ പറയുള്ളൂ. അല്ലാതെ ആർക്കും ചെയ്യണമെന്ന് ഞാൻ പറയുകയില്ല. നമ്മൾ അങ്ങനെയുള്ളത് മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് വരികയുള്ളൂ. അതും ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം പരമാവധി ചെയ്യാറില്ല. പരമാവധി നമ്മളൊരു സൈഡിലേക്ക് ഒഴിഞ്ഞു മാറി പോവുകയും ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ നടന്ന് ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങൾ തന്നെ കഷ്ടിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അങ്ങനെയും കുറേ കമൻറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്കിപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്, അപ്പോൾ മറ്റുള്ളവരിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളും പ്രശ്നത്തിലാവുമെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറണ്ട് പോയി കേട്ടോ. കറണ്ട് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാമേ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി, അതുകൊണ്ടാട്ടോ നിർത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇട്ടതിനകത്ത് മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഓർഫനേജ് വളർന്ന ആളാണ്, അപ്പനമ്മയില്ല, ഹസ്ബൻഡ് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. മക്കളെ ആണെങ്കിലും നോക്കുന്നത് കസിന് ഹസ്ബൻഡിൻ്റെ തന്നെ ഒരു കസിൻ്റെ വീട്ടിലാണ് ഈ ബാക്കിയുള്ള മക്കളെ നിർത്തിയേക്കുന്നത്. അപ്പോൾ എല്ലാം കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടുമാണ് കേട്ടോ അത്രയും ചെയ്യാനായിട്ട് ഇറങ്ങിയത്, അത്രയും ചെയ്തത്. അപ്പോൾ അത് ഇനി ആദ്യം കഴിഞ്ഞു. നമുക്ക് ഒരാളെ സഹായിക്കുന്നതിൻ്റെ ഒരു മാക്സിമം ഒരു പരിധിയുണ്ട്, അത് അവിടെ കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താനോ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും നമുക്ക് സാധിക്കുന്ന കാര്യമില്ല, നമുക്ക് ആർക്കും സാധിക്കുന്ന കാര്യമില്ല. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ. ഓരോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ദൈവം നമ്പരാൻ നോക്കിക്കൊള്ളു. അവർക്കുള്ള വഴി നാളെ വേറെ ഏതെങ്കിലും രീതിയിൽ തെളിഞ്ഞു കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാനും ആ ഒരു ചാപ്റ്റർ അവിടെ കൊണ്ട് ക്ലോസ് ചെയ്യുകയാണ്. ആ ഒരു വീഡിയോ ഇട്ടു, അതിൽ നിന്ന് ആരൊക്കെ സഹായിക്കുന്നു അവർ സഹായിക്കട്ടെ.
അതുപോലെ തന്നെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അവർക്ക് നമ്മളാ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ അത്യാവശ്യം കാര്യങ്ങൾക്കുള്ള പൈസ എത്ര കിട്ടിയെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഇന്നും കുറേ പേരെൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. 1-2 പേരോട് വിളിച്ചിട്ട് അവരോട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അവർ കൃത്യമായിട്ട് എത്രയെന്നുള്ളതൊരു ഇതുവരെ കിട്ടിയിട്ട് എന്തായാലും അത്യാവശ്യം ഒരു ചെറിയൊരു സഹായം അവർക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ തീരുന്നില്ല. അത് വീണ്ടും മുന്നോട്ട് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം സിറ്റുവേഷൻ ഇതാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ അവസാനിക്കുകയല്ല ഒരിക്കലും. പ്രശ്നങ്ങൾ മുന്നോട്ട് തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രം. എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിച്ച ഒരു ചെറിയ കാര്യം അതാ, നിങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. നിങ്ങൾ ഓരോരുത്തരിലൂടെയാണ് അത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് സഹകരിച്ചു, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ സ്ഥിരമായി ചാറ്റ് വീഡിയോ ആയിട്ട് വരുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു 5-6 വീഡിയോ ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ കൊടുത്ത് ചലഞ്ച് ചെയ്യുന്നതും വയ്യാത്ത ആൾക്കാർക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വേറെ ആരോടും മേടിക്കുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് സഹായിക്കുന്നതൊക്കെയാണ്. ഇതിപ്പം ഞാൻ കയ്യിൽ നിന്ന് കൊടുത്തിട്ടും പിന്നെ അവരെന്നോട് ആവശ്യപ്പെട്ട് സിറ്റുവേഷൻ ഇങ്ങനെയും കൂടെ ആണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ഇട്ടെ. അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു വീഡിയോയും കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരില്ലായിരുന്നു. അപ്പോൾ എന്തായാലും സഹായിച്ചവർക്കും കൂടുന്നവർക്കും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് സന്തോഷം, സ്നേഹം, നന്ദി. കുറെ പേര് ചോദിച്ചു എല്ലാ സാധനം ഈ മേത്ത് വലിച്ചു വരി ഇട്ടിരിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അത് മരുന്നാണ്, ഒരു ആയുർവേദ മരുന്നാണ്. കൈവേദന ഇവിടെ ടെന്തനം പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് രണ്ട് കേട് അതായത് മസിൽ ബലം കൂടുതൽ പേശിവാദം ആണ് ഈ ഇംഗ്ലീഷ് മരുന്നുകളിൽ. അതായത് നമ്മുടെ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ച ഒരു ഇതാണ്. എനിക്ക് ഇപ്പം ഒരു തപ്പി അവസാനം കണ്ടുപിടിച്ചതാണ് പേശിവാദം. അങ്ങനെ പേശികളുടെ ബലം കുറഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ കൈയടിഞ്ഞ് അങ്ങോട്ട് ആഞ്ഞ് വീശുകയോ ഇങ്ങോട്ട് എടുക്കുകയോ വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടുത്തെ മസിൽസ് ചെറിയ ഇത് സംഭവം പൊട്ടിപ്പോകും. ടക്കേന്ന് പൊട്ടിപ്പോകുന്നതുകൊണ്ട് അത് പിന്നെ നേരെ ആകുന്നില്ല. സാധാരണ ആളുകളുടെ എല്ലാം പൊട്ടാറുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ അവസാനം ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഒരാഴ്ചയൊക്കെ നടക്കാതെ വെച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റാവും. പക്ഷേ ഇത് ആവുന്നില്ല, പൊട്ടുന്നുണ്ട് പക്ഷെ തിരിച്ചാവുന്നില്ല. അപ്പോൾ അതാണ് എന്ന് അവർ പറയുന്നു. പക്ഷേ ഒരു ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കിയിട്ട് അതിന് റിസൾട്ടിലൊന്നും ഒരിക്കലും ഒരു റിസൾട്ടും പോസിറ്റീവായിട്ട് ഇങ്ങനെ ഉള്ളതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അവർ തന്നെ പറയുന്നു, കുറേ മരുന്ന് മാറി തരുന്നു, കഴിക്കുന്നു നമ്മൾ. അത് കേരളത്തിൽ സർവ്വമാന ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി. പക്ഷേ യാതൊരു പ്രയോജനം കിട്ടിയില്ല. ആയുർവേദം മാറി പരീക്ഷിച്ചു, യാതൊരു പ്രയോജനം കിട്ടിയില്ല. ഇപ്പോൾ വേറൊരു തൊടുപുഴയുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം 2 ആഴ്ച ആദ്യത്തെ കോഴ്സ് മരുന്ന് കഴിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ കോഴ്സ് ഇപ്പോൾ 2ാമത്തെ വീക്കാണിത്. ഏതാണ്ട് ടോട്ടൽ 3 ആഴ്ചയായിട്ട് യാതൊരു കുറവ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഒരു തൊഴിൽ പോലും മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ലാസ്റ്റത്തെ വീക്ക് ഇപ്പം ഫുൾ പഥ്യമാണ്. ഇറച്ചി, മീൻ, മുട്ട, പാല്, തൈര് എന്ന് വേണ്ട സകലമാന സാധനങ്ങൾ, ഒന്നും കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും എനിക്കില്ല. പിന്നെ ഈ 4 നേരം കഷായവും, അതുപോലെ തന്നെ 4 നേരം കഷായവും, പിന്നെ ഈ അരച്ചിടുന്ന മരുന്നുകളും, ഇനിയിപ്പോൾ വൈകുന്നേരം അടുത്ത കുഴമ്പ് ഒരെണ്ണം ഇടാനുണ്ടിട്ട് ചൂട് പിടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മരുന്നും മന്ത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്കാണ് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരുടെ സഹകരണ സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ ഒരുപാട് നന്ദി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കാണുന്നവരുന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഓരോ കമൻറ്റുകളൊക്കെ ഇടുന്നു. അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് സന്തോഷം കേട്ടോ. കമൻറ്റുകളൊക്കെ ഇരുന്ന് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അവിടെ പുറത്തൊരാൾ ഭയങ്കര പെയിൻറ്റിങ്ങാണ്, പെയിൻറ്റ് അടി നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവിടെ തന്നെ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ ജലദോഷം പിടിച്ച് ഉച്ചയ്ക്ക് വെയിലും ഉണ്ട്, അതൊരു ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ ശ്വാസം മുട്ടുണ്ട്, ആസ്മയുടെ പ്രശ്നം എനിക്കുണ്ട്. അപ്പം ഈ ജലദോഷം വന്നു. അതുപോലെ തന്നെ ഈ പെയിൻറ്റ് അടിച്ചിട്ട് പെയിൻറ്റിൻ്റെ സ്മെല്ല് അടിക്കുമ്പോഴത്തേക്കും ശ്വാസം മുട്ടൽ കൂടും. അപ്പോൾ അതിൻ്റെ കെമിക്കലെല്ലാം കൂടെ വന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ കുറേ നേരം വൈറ്റ് പെയിൻറ്റ് അടിച്ചു, വെള്ളം അടിച്ചു. ഇപ്പോൾ ഈ കമ്പിയെ കൂടെ അവൾ ബ്ലാക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എന്നെ പറഞ്ഞ് ഓടിച്ചു വിട്ടതാണ്, എല്ലാവരും ഒഴിക്കും, ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞു. താഴെ വീഴും മക്കളെ. ഇതുണ്ട് 2 ഇവിടെ കയറി നിന്നിട്ടേ കാണിക്കുന്ന പരിപാടി ഉണ്ടോ? ഇതുണ്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ചെയ്യുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ.